ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠരര് രാജീവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറും ആയിരുന്ന എൻ വാസുവിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യത്തെ ആഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇ ഡി നോട്ടീസ് അയച്ചത്. തന്ത്രിയോട് മാർച്ച് 4-ന് എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SITയുടെ പ്രതിപട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നടപടി. പോറ്റിയുമായുള്ള ബന്ധം, തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകളിലുള്ള അപര്യാപ്തത തുടങ്ങിയവ പരിഗണിച്ചാണ് വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. സ്വാഭാവിക ജാമ്യം അല്ലാത്ത ഈ വിധി 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ലഭിച്ചത് തന്ത്രിക്ക് വലിയ ആശ്വാസമായിരുന്നു. അറസ്റ്റിലായി 41-ാം ദിവസമാണ് തന്ത്രിക്ക് ജാമ്യം കിട്ടിയത്. ഇത്ര വേഗത്തിൽ ജാമ്യം കിട്ടുന്ന ആദ്യ പ്രതിയാണ് തന്ത്രി കണ്ഠരര് രാജീവർ. തന്ത്രി എന്നുള്ള രീതിയിലാണ് ശബരിമലയിൽ ഇടപെട്ടതെന്നും സ്വർണ്ണാഭരണ കേസുകളിൽ പങ്കില്ല എന്നുമാണ് കോടതിയെ അഭിഭാഷകർ അറിയിച്ചത്. ശബരിമലയിലെ മണ്ഡലകാലത്ത് ഭക്തർ നൽകുന്ന പണം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും ഒന്നര വിട്ടുള്ള മണ്ഡലകാലങ്ങളിൽ കണ്ഠരര് രാജീവരും കണ്ഠരര് മഹേഷും മാറി മാറി വരുമ്പോൾ ഇത്തരത്തിൽ വലിയൊരു തുക അവർക്ക് ലഭിക്കാറുണ്ടെന്നുമാണ് അവരുടെ അഡ്വക്കേറ്റ് കോടതിയെ അറിയിച്ചിരുന്നത്. ഇ ഡി ചോദ്യം ചെയ്യുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയാകും തന്ത്രി വിശദീകരിക്കുക. എന്നാൽ പത്തനംതിട്ടയിലെയും കുന്നംകുളത്തെയും ചില സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ തന്ത്രിക്കും കുടുംബത്തിനും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ടെന്നും തിരുവല്ലയിൽ സ്വന്തമായി കെട്ടിടങ്ങൾ ഉണ്ടെന്നുമുള്ള ആരോപണങ്ങളെ തുടർന്ന് ഇത്രയും വലിയൊരു നിക്ഷേപം നടത്താൻ എങ്ങനെ കഴിഞ്ഞു എന്നതിലാകും ഇ ഡി പ്രധാനമായും അന്വേഷിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടിൽ ദുരൂഹത ഉണ്ടെന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിനും അറിയാമായിരുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച 2.5 കോടി രൂപയാണ് ഈ സംശയത്തിന്റെ അടിസ്ഥാനം. ആ ധനകാര്യ സ്ഥാപനം പൂട്ടിപ്പോയിട്ടും തന്ത്രി പണം നഷ്ടമായ കാര്യത്തിൽ പരാതി നൽകാത്തതാണ് ദുരൂഹത വർദ്ധിപ്പിച്ചത്. 2024-ൽ ഒറ്റത്തവണയായിട്ടാണ് തന്ത്രി ഇത്രയും വലിയ രൂപ അവിടെ നിക്ഷേപിച്ചത്. ആ പണം എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യത്തിന് ആദ്യഘട്ടം ചോദ്യം ചെയ്യലിൽ തന്ത്രി മറുപടി പറഞ്ഞിട്ടുമില്ല. തിരുവല്ലയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ് പൂട്ടിപ്പോയത്. വലിയ തുക നഷ്ടമായിട്ടും തന്ത്രിക്ക് പരാതി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നാണ് SITയുടെ സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും സ്വർണ്ണക്കൊള്ളയിലെ മറ്റ് വിവരങ്ങളും അന്വേഷിക്കുന്നതിനായിട്ടാണ് തന്ത്രിയെ SIT നേരത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. നമ്മളൊരു ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ അത് നഷ്ടമായാൽ അല്ലെങ്കിൽ ആ സ്ഥാപനം പൂട്ടിപ്പോയാൽ തീർച്ചയായും പരാതി നൽകും. പരാതി നൽകിയില്ലെങ്കിൽ അതിനർത്ഥം അത് കള്ളപ്പണം ആണെന്നാണ്, അല്ലെങ്കിൽ നേരായ വഴിക്ക് ഉണ്ടാക്കിയതാവില്ല ആ പണം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ തന്ത്രി തന്റെ പണം നിക്ഷേപിക്കുന്നത് സ്വകാര്യ ബാങ്കിലാണ് എന്നതും ഓർക്കണം. കൂടുതൽ പലിശ കിട്ടും എന്നതും അതിനൊരു കാര്യമാണ്. എന്നാൽ ആ സ്ഥാപനം പൂട്ടിപ്പോയപ്പോൾ തന്ത്രി ഒരു പരാതി പോലും പറയാത്തത് ഒന്നുകിൽ അത് കള്ളപ്പണം ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ 2.5 കോടിയൊക്കെ തനിക്ക് ഒന്നുമല്ല കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വീണ്ടും മണ്ടന്മാരായ ഭക്തശിരോമണികളെ പറ്റിച്ച് അതിലും കൂടുതൽ പണം ഉണ്ടാക്കാം എന്നൊരു ഉറപ്പ് ഉള്ളതുകൊണ്ടുമാണ്.